ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ ക്യാൻസറിന് വേണ്ടിയിട്ട് എന്ന് വെച്ചാൽ ക്യാൻസർ സൺ സൈൻ ആൻഡ് മൂൺ സൈൻ അസെൻഡൻറ്റ് സൈൻസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ കറണ്ട് ഫീലിങ്സിൻ്റെ റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ മെസ്സേജസ് ചിലപ്പോൾ റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോസിനെ കമൻറ്റ് ചെയ്യുക. വീഡിയോസിൽ ഇത് ചെയ്യുമ്പോഴാണ് എനിക്ക് നിങ്ങളുടെ എനർജീനെ ടാപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. എനർജി ടാപ്പ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ വീഡിയോസ് റെസൊനേറ്റ് ആവുക. അപ്പോൾ ഇത് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ്, ലൈക്ക്, കോമെൻറ്റ്. അതല്ലാണ്ട് പേഴ്സണലായിട്ട് റീഡിങ്സ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യണം നിങ്ങൾക്ക് ചെയ്യാം. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്, പക്ഷെ അത് നിങ്ങളുടെ സിറ്റുവേഷനും നിങ്ങളുടെ എനർജി ടാപ്പ് ചെയ്തിട്ടാണ്. അപ്പോൾ അത് കൂടുതൽ റെസൊനേറ്റ് ചെയ്യും. ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്നെ വേണമെച്ചാൽ വാട്സാപ്പിൽ മെസ്സേജ് അയക്കാം, അതല്ല വെച്ചാൽ ഇമെയിലിൽ മെസ്സേജ് അയക്കാം. ഇൻസ്റ്റഗ്രാമിലും ഞാൻ ആക്റ്റീവ് ആണ്, അവിടെ എന്നെ ഫോളോ ചെയ്ത് നിങ്ങൾക്ക് അവിടെയും മെസ്സേജ് അയക്കാം. അപ്പോൾ നിങ്ങൾ മെസ്സേജ് അയക്കുമ്പോൾ ഞാൻ ഇമീഡിയറ്റ്ലി റെസ്പോണ്ട് ചെയ്തോളാം. എല്ലാം ഡീറ്റെയിൽസ് സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. നിങ്ങൾക്ക് ഇമെയിൽ ഐ ഡി, വാട്സാപ്പ് നമ്പർ എല്ലാം അവിടെ കിട്ടും. അതല്ലാണ്ട് എൻ്റെ ചാനൽ മെമ്പർ ആവണം വെച്ചാൽ അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങൾക്ക് ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് മെമ്പർ ആവാം. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. എന്താണ് മെസ്സേജസ് പറയണേ, നിങ്ങളുടെ കറണ്ട് ഫീലിങ്സ്, നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ്, അവരെന്താണ് ചെയ്യാൻ പോകുന്നത്, ഫ്യൂച്ചറിൽ എന്ത് ആക്ഷൻ എടുക്കും, ഈ റിലേഷൻഷിപ്പിൻ്റെ എന്തായിരിക്കും ഭാവി, ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. മെസ്സേജസ് എന്താ പറയണമെന്ന് റീഡിങ്ങിൽ കാണാം. അപ്പോൾ ക്യാൻസർ, നിങ്ങളുടെ ഓവറോൾ എനർജി എന്താണെന്ന് നമ്മൾക്ക് നോക്കാം. ഓവറോൾ എനർജി നിങ്ങൾക്ക് വേണ്ടിയിട്ട് നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾസ്, നിങ്ങളുടെ പേഴ്സൻ്റെ ഓവറോൾ എനർജി നൈറ്റ് ഓഫ് വാൻഡ്സ്, നിങ്ങളുടെ മ്യൂച്വൽ സിറ്റുവേഷൻ, ഇപ്പോഴത്തെ രണ്ടാളുടെയും കറണ്ട് സിറ്റുവേഷൻ 6 ഓഫ് പെൻറ്റിക്കിൾസ്, നിങ്ങളുടെ കറണ്ട് ഫീലിങ്സ് 3 ഓഫ് സ്വോർഡ്സ്, നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ്, നിങ്ങളുടെ ഇൻറ്റൻഷൻ ഇവിടെ 7 ഓഫ് വാൻഡ്സ് ആണ്, നിങ്ങളുടെ പേഴ്സൻ്റെ ഇൻറ്റൻഷൻ ഇവിടെ 9 ഓഫ് സ്വോർഡ്സ് ആണ്, ആക്ഷൻ നിങ്ങൾ എടുക്കാൻ പോണത് 6 ഓഫ് വാൻഡ്സ്, നിങ്ങളുടെ പേഴ്സൻ്റെ ആക്ഷൻ ഏസ് ഓഫ് സ്വോർഡ്സ്, ആൻഡ് ഇവിടെ ഔട്ട്കം ഈ കാർഡാണ്. അപ്പോൾ ക്യാൻസർ, ഇവിടെ നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ് നിങ്ങളുടെ ഓവറോൾ എനർജി. അപ്പോൾ നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾസ് ഒരു കുറേ ഡിറ്റർമൈൻഡ് എനർജിയാണ്. നിങ്ങൾ കുറേ ഷുവറാണ്, നിങ്ങൾക്ക് ഇതന്നെ വേണം, ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് എഫേർട്ട് ഇടണം, നിങ്ങൾക്ക് വേറെ ഒരു ഡിസ്ട്രാക്ഷൻസ് ഇല്ല ലൈഫിൽ. അപ്പം നിങ്ങളിങ്ങനെ റുട്ടീനായിട്ട് മുമ്പോട്ട് പോകണു. ഈ സിറ്റുവേഷനിൽ കുറേ സ്ലോ മൂവിങ് എനർജീസാണ് കാണുന്നത്. അപ്പോൾ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾ കുറേ സിൻസിയറായിട്ട് എഫേർട്ട് ഇടുന്നുണ്ട് ഈ റിലേഷൻഷിപ്പിൽ, ഈ കണക്ഷനിൽ. പക്ഷേ ഈ പേഴ്സൻ്റെ ഓവറോൾ എനർജി കാണുമ്പോൾ നൈറ്റ് ഓഫ് വാൻഡ്സ് ആണ്. ഇത് കുറേ ഒരു ഇൻ ആൻഡ് ഔട്ട് എനർജി മാതിരി ആണ് തോന്നുന്നത്. കുറേ ഒരു കമ്മിറ്റ്മെൻറ്റ് ഇല്ലാത്ത പേഴ്സൺ. ഓക്കെ, കുറേ പാഷൻ ഉണ്ട്, പക്ഷെ കമ്മിറ്റ്മെൻറ്റ് കുറവാണ്. അപ്പോൾ ഈ നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾസ് എന്താണ് നിങ്ങളുടെ എനർജി? നിങ്ങൾ കുറച്ചുകൂടിയും സീരിയസ് എനർജിയിലാണ്. ഓക്കെ, പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു സംശയം വന്നിരിക്കണം. എന്താ വെച്ചാൽ ഈ പേഴ്സൺ എനിക്ക് എത്രയാണ് കമ്മിറ്റ് ചെയ്യാൻ പറ്റുക, എന്താ വെച്ചാൽ ഇവരുടെ എനർജി കാണുമ്പോൾ അങ്ങനെ തോന്നുന്നില്ല അവർ കമ്മിറ്റ് ചെയ്യുമെന്ന്. അപ്പോൾ നിങ്ങളുടെ ഇമോഷണലും പ്രാക്ടിക്കൽ സൈഡിൽ നിങ്ങൾ കുറച്ച് കൺഫ്യൂസ്ഡ് ആണ്. ഇമോഷണലി നിങ്ങൾക്ക് ഈ പേഴ്സൻ്റെ കൂടെ ഇപ്പോഴും ഒരു കണക്ഷൻ വേണം എന്നുണ്ട്, പക്ഷേ പ്രാക്ടിക്കലി ഈ പേഴ്സൻ്റെ സൈഡിൽ നിന്ന് അത്ര എഫേർട്ട് ഇല്ല. അപ്പോൾ കിങ് ഓഫ് സോർഡ്സ്, നിങ്ങൾ പ്രാക്ടിക്കലായിട്ടാണ് ഡെസിഷൻ എടുക്കാൻ നോക്കണത്. അതല്ല വെച്ചാൽ നിങ്ങൾ വേറെ ഒരു പ്രൊഫഷണലിനെ കൺസൾട്ട് ചെയ്യുന്നുണ്ടാവും ഈ കാര്യത്തിൽ. നൈറ്റ് ഓഫ് വാൻഡ്സ് ആണ് ഈ പേഴ്സൻ്റെ ഓവറോൾ എനർജി. അപ്പോൾ ഇവരുടെ എനർജി എന്താ നൈറ്റ് ഓഫ് വാൻഡ്സ് ആയിട്ട് കാണുന്നത്? 10 ഓഫ് പെൻറ്റിക്കിൾസ്. ഈ പേഴ്സൺ മാരീഡ് ആയിരിക്കാം, അതുകൊണ്ടും ഒരു പ്രോബ്ലം ഇവിടെ, അതുകൊണ്ടും ഒരു പ്രശ്നം ഉണ്ടാവും. ഹെർമിറ്റ് എനർജി ഉണ്ട് ഇവിടെ. നിങ്ങൾ രണ്ടാളും ഇപ്പോൾ ഒരു സെപ്പറേഷനിലായിരിക്കാം, പക്ഷേ സെപ്പറേഷനിലായാലും ഈ പേഴ്സൺ നിങ്ങളെ മിസ് ചെയ്യണു. നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ 6 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. ഒരു ഇംബാലൻസ്ഡ് എനർജിയാണ് ഇത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു പേഴ്സൺ കൂടുതൽ എഫേർട്ട് ഇടുന്നുണ്ട്, മറ്റേ പേഴ്സൻ്റെ സൈഡിൽ നിന്ന് അത്ര എഫേർട്ട് ഇല്ല.
10 ഓഫ് കപ്സ്. ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾ രണ്ടാളും മാരീഡ് ആണ് വെച്ചാലും ഈ സിറ്റുവേഷനിൽ അവരുടെ ഭാഗത്തിന് എഫേർട്ടില്ല, അതല്ല വെച്ചാൽ കുറവാണ് എഫേർട്ട്. അപ്പോൾ ഞാനിവിടെ കാണുന്നത് ഒരു മാരേജാണ്. അപ്പോൾ നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് ഒരു മാരേജ് ഉണ്ട് പറഞ്ഞാൽ ഒരു പേഴ്സൺ ഇവിടെ മാരീഡ് ആയിരിക്കാം, അതല്ല വെച്ചാൽ നിങ്ങൾ രണ്ടാളും മാരീഡ് ആണ് ആൻഡ് ഇവിടെ ഒരു തേർഡ് പാർട്ടി ഉണ്ടാവാം, അങ്ങനെയും ആവാം. അപ്പോൾ നിങ്ങളുടെ ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് 3 ഓഫ് സോഡ്സ് ആണ്. അപ്പോൾ ഇവിടെ ഹാർട്ട് ബ്രേക്ക് കാണാണ്ട്, തേർഡ് പാർട്ടി കാണാണ്ട്. അപ്പോൾ നിങ്ങൾ കുറേ ഡിസപ്പോയിൻറ്റഡ് ആയിട്ടാണ് ഇവിടെ ഞാൻ കാണുന്നത്. അപ്പോൾ ഇവിടെ ഒരു സെപ്പറേഷൻ ഉണ്ട്, ഹീലിങ്ങിന് വേണ്ടിയിട്ട്, കുറച്ചൊരു സ്പേസിന് വേണ്ടിയിട്ട്, നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കുറച്ചൊരു സെപ്പറേറ്റഡ് എനർജിയിലാണ്. അപ്പോൾ വീൽ ഓഫ് ഫോർച്യൂൺ ഉണ്ട് ഇവിടെ. നിങ്ങൾ ഫ്യൂച്ചറിൽ എന്താ വേണ്ടതെന്ന് ഡിസൈഡ് ചെയ്യുമെന്ന് വിചാരിച്ചിട്ടായിരിക്കും സെപ്പറേറ്റ് ആയി ഉണ്ടാവുക. ഇതുവരെ നിങ്ങൾ തീരുമാനം എടുത്തിട്ടുണ്ടാവില്ല. ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ് ആണ് ഇവരുടെ ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇവർ നിങ്ങളെ കുറേ ഒരു നേർച്ചറിങ് ലവിങ് ടൈപ്പ് ഓഫ് പേഴ്സൺ ആയിട്ടാണ് കാണുന്നത്. ഇവർക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ലവ് ഉണ്ട്, ഓക്കെ, അത് ഇല്ല എന്നല്ല. പക്ഷേ അവർ ഈ സമയത്ത് അത്ര എഫേർട്ട് ഇടില്ല, എന്തോ പിടിച്ചിരിക്കുകയാണ്. അവർ എന്തോ ഒരു സീക്രട്ട് ഉണ്ട് അവരുടെ മനസ്സിലില്ല വെച്ചാൽ എന്തോ അവർ മുമ്പത്തെ മാതിരി അത്ര ഓപ്പൺ അല്ല, ഫ്രീ അല്ല, ഓക്കെ. അപ്പോൾ ഈ സിറ്റുവേഷനിൽ ഇൻറ്റൻഷൻ നിങ്ങൾ ഫൈറ്റ് ചെയ്യാൻ തയ്യാറാണ് ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട്. നിങ്ങൾ ഗിവ് അപ്പ് ചെയ്യാൻ റെഡി അല്ല, ഓക്കെ. ഈ പേഴ്സൺ ആൻഡ് നിങ്ങളുടെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കും. ഈ സിറ്റുവേഷനിൽ എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരാൻ പറ്റുമോ എന്ന് നിങ്ങൾ ട്രൈ ചെയ്യാൻ നോക്കുകയാണ്. ജസ്റ്റിസ് അതുണ്ടായില്ല വെച്ചാൽ, അതും പറഞ്ഞ എഫേർട്ട് ഇട്ടിട്ടും വർക്കൗട്ട് ചെയ്യില്ല വെച്ചാൽ മേ ബി ദെൻ നിങ്ങളൊരു തീരുമാനം എടുക്കും. പേജ് സോസ്. അപ്പോൾ നിങ്ങൾ എന്തോ ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യാൻ നോക്കണു, ഇൻഫർമേഷൻ കിട്ടാൻ നോക്കണു ഈ പേഴ്സണെ കുറിച്ച്, അവരുടെ ലൈഫിൽ എന്താ നടക്കണത്. അപ്പോൾ നിങ്ങൾ അവരുടെ സോഷ്യൽ മീഡിയയിൽ ചെക്ക് ചെയ്യുന്നുണ്ടാവും എന്താ നടക്കണമെന്ന്. ഈ പേഴ്സൻ്റെ ഇൻറ്റൻഷൻ 9 ഓഫ് സോഡ്സ് ആണ്. അപ്പോൾ ഇവരുടെ ഇൻറ്റൻഷനിൽ ഞാൻ കാണുന്നത് അവർ കുറേ സ്ട്രെസ്ഡ് ആണ്. അവർക്ക് എന്തോ ഒരു തീരുമാനം എടുക്കാണ്ട്, എന്തോ നിങ്ങളോട് പറയാണ്ട്, പക്ഷേ ഇത് പറയാൻ വേണ്ടിയിട്ട് അവർക്ക് ധൈര്യമില്ല. എന്തോ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്, പക്ഷെ അവർക്ക് ആ സിറ്റുവേഷനിൽ എന്താ വേണ്ടതെന്ന് മനസ്സിലാവണില്ല. അവർക്ക് ആ ആക്ഷൻ എടുക്കാൻ ധൈര്യമില്ല. അപ്പോൾ ആക്ഷനിൽ ഞാൻ കാണുന്നത് 6 ഓഫ് വോൺസ് ആണ് നിങ്ങളുടെ സൈഡിൽ. അപ്പോൾ ഈ 6 ഓഫ് വോൺസ് എന്താണ്, നിങ്ങൾ ഈ പേഴ്സണ് മേ ബി ഒരു ഓഫർ തരുന്നുണ്ടാവും, ഒരു റെന്യൂവൽഡ് ഓഫറാണിത്. പക്ഷേ ഇവിടെ ഒരു എൻഡിങ് കാണാണ്ട്, ഓക്കെ. എന്തോ ഒരു എൻഡിങ് കഴിഞ്ഞിട്ടൊരു പുതിയ ബിഗിനിങ് ആയിരിക്കാം ഇത്. ഇവരുടെ ആക്ഷനിലെ ഏസ് ഓഫ് സോഡ്സ്. അപ്പോൾ ഇവർ നിങ്ങളോട് എന്തോ ക്ലിയറായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ ഇവർ മേ ബി നിങ്ങളോട് എന്തോ ഒരു ക്ലാരിറ്റി കൊണ്ടുവരേണ്ട ഈ സിറ്റുവേഷനിൽ, ആൻഡ് എന്തോ കമ്മ്യൂണിക്കേഷൻ വരാൻ പോകുന്നുണ്ട്. പക്ഷെ അവരുടെ മനസ്സിൽ പേടിയുണ്ട്, നിങ്ങളെങ്ങനെ റിയാക്ട് ചെയ്യാൻ അവർക്ക് അറിയില്ല. ഔട്ട്കം ഡെത്ത്. അപ്പോൾ ഔട്ട്കമ്മിൽ ഞാനൊരു വലിയ ചേഞ്ചാണ് കാണുന്നത്, ഒരു വലിയ മാറ്റം. നിങ്ങളുടെ മനസ്സിൽ ഈ പേഴ്സണിന് വേണ്ടിയിട്ടുള്ള ഫീലിങ്സിൽ മാറ്റമായിരിക്കാം, അതല്ല ഈ റിലേഷൻഷിപ്പിലൊരു വലിയ മാറ്റമാവാം. എന്തായാലും ഇവിടെ ഞാൻ കാണുന്നത് ഒരു മാരേജ് ഇൻവോൾവ് ആണ്. കിങ് ഓഫ് പെൻറ്റിക്കിൾസ്, എംപറർ, തേർഡ് പാർട്ടി ഉണ്ട് ഇവിടെ, ഏരീസ് ഉണ്ട്, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ ഉണ്ട്. അപ്പോൾ നിങ്ങൾ രണ്ടാളും ഇവിടെ കുറേ ഒരു ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് ഇവിടെ റീകണക്റ്റ് ചെയ്യാൻ പോകണത്. പക്ഷേ ഇതിൻ്റെ ഔട്ട്കം എന്താ വെച്ചാൽ അൺനോൺ ആണ്. എന്താ വെച്ചാൽ എല്ലാവർക്കും വേറെ മാതിരിയായിരിക്കും നിങ്ങൾ തീരുമാനിക്കുന്നുണ്ടാവുക. ആൻഡ് ഈ പേഴ്സൺ എന്താ പറയാൻ പോകണമെന്ന് അത് അനുസരിച്ചിട്ടായിരിക്കും ഔട്ട്കം ഉണ്ടാവുക. അപ്പോൾ ഔട്ട്കം അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരു പേഴ്സണൽ റീഡിംഗ് എടുത്താൽ മതി. പക്ഷേ ഇവിടെ ഡെഫിനറ്റ്ലി എന്തോ ഒരു വലിയ തീരുമാനം വരാൻ പോകുന്നുണ്ട്, ഓക്കെ. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിംഗ്. ഇവിടെ ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് ഉണ്ട്, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ ഉണ്ട്. ഇതാണ് മേജർ സൈൻസ് ഇവിടെ കാണുന്നത്. നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യണം വെച്ചാൽ കോൺടാക്ട് ഡീറ്റെയിൽസൊക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. പക്ഷേ പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. അപ്പോൾ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ ഞാൻ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ഡീറ്റെയിൽസൊക്കെ അയച്ചു തരും. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിംഗ് കൊണ്ടുവന്ന്. അതുവരെ ടേക്ക് കെയർ, ഓൾ ദി ബെസ്റ്റ്.